നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റോഡ്രിഗോയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ പ്രേമികളും റയൽ മാഡ്രിഡ് ആരാധകരും ഒക്കെ ഉറ്റുനോക്കുന്നത്. റോഡ്രിഗോക്ക് വേണമെങ്കിൽ പോവാം എന്നുള്ളതാണ് റയലിൻ്റെ നിലപാടെന്ന് ഇന്നലെ ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. അതായത് താരത്തിന് തീരുമാനിക്കാം നിൽക്കണോ പോകണോ. അങ്ങനെ പോകണമെന്നാണ് റോഡ്രിഗോയുടെ താല്പര്യമെങ്കിൽ റയൽ തടസ്സം നിൽക്കില്ല. ഇതാണ് ഫബ്രിസിയോ റിപ്പോർട്ട് ചെയ്തിരുന്നത്. നമ്മൾ ഇന്നലെ രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. റോഡ്രിഗോ റയൽ മാഡ്രിഡ് വിടുകയാണെങ്കിൽ അത് റോഡ്രിഗോയുടെ തീരുമാനമായിരിക്കില്ല. അതായത് ഫൈനൽ ഡിസിഷൻ അദ്ദേഹം എടുക്കില്ല. ക്ലബ്ബ് പോകാൻ പറഞ്ഞാൽ പോവും. ഇതിപ്പോൾ എന്താ ഉണ്ടാകാൻ പോകണമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. റോഡ്രിഗോക്ക് റയലിൽ തന്നെ തുടർന്ന് തൻ്റെ പ്ലേസ് തിരികെ പിടിക്കണം, സ്റ്റാർട്ടിംഗ് 11 പ്ലേസ് തിരികെ പിടിക്കണമെന്ന ആഗ്രഹമുണ്ട് എന്നാണ് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയുടെ റിപ്പോർട്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാബി അലോൺസോയുടെ പ്ലാനിൽ ഇടമില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയായിരിക്കും. പ്രത്യേകിച്ച് വേൾഡ് കപ്പിന് പ്രാധാന്യമുള്ളൊരു ഇയർ കൂടി വരുമ്പോൾ, വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള ഇയർ, പ്ലെയിങ് ടൈം കിട്ടാതെ ബെഞ്ചിലിരിക്കുന്ന ഒരു താരത്തെ കാർലോ ആഞ്ചലോട്ടിയെ പോലുള്ള ഒരാൾ ടീമിലേക്ക് എടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോൾ അതാണ് പ്രശ്നം. ഏതായാലും റോഡ്രിഗോയെ മറ്റേതെങ്കിലും ക്ലബ്ബ് കൊണ്ടുപോവുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ പറയുകയാണ്. നിങ്ങൾ കൊണ്ടുപോകുന്നത് റയൽ മാഡ്രിഡ് വേർഷൻ ഓഫ് റോഡ്രിഗോ ആയിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ പുറത്തെടുക്കുന്ന തരത്തിലൊരു മറ്റൊരു റോഡ്രിഗോയെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ സംഭവിച്ച പോലെ ബാഴ്സ വിട്ട് നെയ്മർ PSG എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തു വന്നു. അദ്ദേഹം അതിൻ്റെ പീക്കിലേക്ക് എത്തി. ഇത് പറയുമ്പോൾ ചിലർ ചോദിക്കും അതെങ്ങനെ ഉണ്ടായത്, അവിടെ പോയിട്ട് പരിക്കല്ലേ, അതല്ലേ ഇതല്ലേ നോക്കുക. പക്ഷെ നെയ്മർ തന്നെ പറഞ്ഞടോ, കേട്ടിട്ടില്ലേ നിങ്ങൾ പല ഇൻ്റർവ്യൂകളിൽ നെയ്മർ തന്നെ പറയുന്നത്, ഞാൻ എൻ്റെ ഫുട്ബോളിംഗ് ക്വാളിറ്റിയുടെ ഏറ്റവും ബെസ്റ്റിലായി കളിച്ചത് PSG വെച്ചിട്ടാണ്. ഞാൻ അൺസ്റ്റോപ്പബിൾ ആയിരുന്നു, പക്ഷെ പരിക്കാണ് എന്നെ തളർത്തി കളഞ്ഞത് എന്ന്. അതൊരു യാഥാർത്ഥ്യമാണ്. യെസ്, ബാഴ്സയിലെ നെയ്മറുടെ അവസ്ഥയും ഇപ്പോൾ റയലിലെ ഈ റോഡ്രിഗോയുടെ അവസ്ഥയും നിങ്ങൾ എന്തിനാണ് കമ്പയർ ചെയ്യുന്നത്? നെയ്മർ ബാഴ്സയിൽ ഡെവലപ്പിംഗ് ആയിരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, നെയ്മർ അവിടെ ഡെവലപ്പ് ചെയ്താണ്. പക്ഷെ അവിടെ തുടർന്നിരുന്നെങ്കിൽ PSG എത്തിയപ്പോൾ അദ്ദേഹം എടുത്ത ക്വാളിറ്റി അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റുമായിരുന്നില്ല. നെയ്മറാണ് ഫോക്കൽ പോയിന്റ് എന്ന് വരുമ്പോഴാണ് നെയ്മറുടെ മുഴുവൻ കപ്പാസിറ്റിയും പുറത്തേക്ക് വരുന്നത്. ബാഴ്സയിൽ അത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അതാണ് പറയുന്നത്. ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേച്ചുറൽ പൊസിഷനിൽ നിങ്ങൾ കളിപ്പിച്ച് നോക്ക്. അതാണ് ബ്രസീലിയൻ ഫുട്ബോൾ പണ്ഡിറ്റുകൾ ഇപ്പോൾ പറയുന്നത്. റോഡ്രിഗോയെ നിങ്ങൾ കൊണ്ടുപോയാൽ അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാം. എങ്ങനെ? നേച്ചുറൽ പൊസിഷനിൽ കളിപ്പിച്ചാൽ. സിമിലർ ടു നെയ്മർ റീച്ചിങ് ഹിസ് ആക്ച്വൽ പ്രൈം അറ്റ് പാരീസ് സെന്റ് ജെർമൻ വെൻ ഹി ലെഫ്റ്റ് ബാഴ്സലോണ. അപ്പോൾ നമ്മൾ ചില ഘട്ടങ്ങളിലൊക്കെ റോഡ്രിഗോ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പൊട്ടൻഷ്യലിലേക്ക് എത്തുന്നത് റയലിൽ കണ്ടിട്ടുണ്ട്. പലപ്പോഴും വിനി ഇഞ്ചോർഡായിട്ട് പുറത്തൊക്കെ ഇരിക്കുമ്പോൾ LW ആയിട്ട് ഇറക്കുമ്പോഴാണ് അവൻ്റെ യഥാർത്ഥ മികവ് നമ്മൾ കണ്ടിട്ടുള്ളത്. റയലിൽ ഇനി അതിന് അവസരം കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ക്ലബ്ബുകൾ മനസ്സിലാക്കുക. ദി തിങ് ക്ലബ്സ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് ദേ ആർ തിങ്കിങ് ഓഫ് ബൈയിങ് റോഡ്രിഗോ ഈസ് ദാറ്റ് ദേ ആർ നോട്ട് ബൈയിങ് ഹിസ് റയൽ മാഡ്രിഡ് വേർഷൻ, ദേ വിൽ ബി ബൈയിങ് എ മച്ച് ബെറ്റർ വേർഷൻ വെൻ ഹിസ് ഫുൾ പൊട്ടൻഷ്യൽ ഈസ് അൺലോക്ക്ഡ് ബൈ പ്ലേയിങ് ഇൻ ഹിസ് നേച്ചുറൽ പൊസിഷൻ. അങ്ങനെ ഒരു ക്ലബ്ബ് അദ്ദേഹത്തിനായിട്ട് വരുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.